വിയറ്റ്നാം കാഴ്ചകളുടെ തുടർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ സൈറ്റ് സീയിങ് ബസ്സിൽ കയറി ഹോച്ചിമിൻ സിറ്റി നഗരത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിവിടുത്തെ പ്രശസ്തമായ സെൻട്രൽ പോസ്റ്റ് ഓഫീസാണ് ഹോച്ചിമിൻ സിറ്റിയിലെ. അപ്പം അതിനു മുമ്പിൽ കിടന്നത് 2 സൈറ്റ് സീയിങ് ബസ്സാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഈ നഗര കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ രാജവീഥികൾ പിന്നിട്ടുകൊണ്ട് നമ്മുടെ സൈറ്റ് സീയിങ് ബസ് മുന്നോട്ട് പോകുമ്പോൾ ഇരു സൈഡുകളിലും കാണാനുള്ളത് അമ്പരചുംബികളായ കെട്ടിടങ്ങളും നല്ല ഹരിത ഭംഗിയാർന്ന വീഥികളും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഫുട്പാത്തുകളും നഗരവീഥികളും മറ്റുമാണ്. സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കാണുന്നതിനായി നമ്മൾ ആ ബസ്സിൽ നിന്നും ഇറങ്ങി പോസ്റ്റ് ഓഫീസിന് ഉള്ളിലേക്ക് നടന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലാണ്. ഇതൊരു അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിനകത്ത് നമുക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോസ്റ്റുകൾ അയക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടുത്തെ വിയറ്റ്നാമിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന സുവനീറുകൾ വാങ്ങിക്കുന്നതിനും മറ്റ് വിയറ്റ്നാം കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനും എല്ലാം സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഇതിന് അകത്തേക്ക് കടന്നപ്പോൾ കണ്ടത് ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കാണ്. സുവനീർ വാങ്ങുന്നതിനും സ്റ്റാമ്പ് വാങ്ങിച്ച് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കത്തുകൾ അയക്കുന്നതിനുമുള്ള ടൂറിസ്റ്റുകളുടെ വൻ തിരക്കാണ് ഇതിനകത്ത് കാണുവാൻ സാധിച്ചത്. ശരിക്കും ഏതൊരു സംഭവവും ഒരു നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർത്തുന്നതിൽ ഈ വിയറ്റ്നാംകാർ വിജയിച്ചിട്ട് ഉണ്ടെന്ന് തന്നെ പറയാം. വളരെ വൃത്തിയായി അലങ്കാരം കൊണ്ട് നിറച്ചിട്ടുള്ള ഓരോ ടൂറിസം കേന്ദ്രവും നമ്മുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്നവയാണ്. ഇതൊരു പോസ്റ്റ് ഓഫീസാണ്. ഈ പോസ്റ്റ് ഓഫീസ് വിവിധ സുവനീറുകൾ, മറ്റ് തപാലുരുപ്പടികൾ, കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ എല്ലാം ഇവിടെ മാർക്കറ്റ് ചെയ്ത് വെച്ച് ഈ വരുന്ന സഞ്ചാരികളെ കൊണ്ട് എല്ലാം വാങ്ങിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ ആകർഷകമായ മറ്റ് ന്യൂ ഇയർ കാർഡുകളും മറ്റ് സുവനീറുകളും മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയും അങ്ങനെ എല്ലാവരെയും ഇതിനകത്തേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് ഇടം കൂടിയാണ് ഈ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. നമ്മൾ കുറേ നേരം ഇതിനകത്തൊക്കെ കയറി ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ എല്ലാം വരുന്നവർക്ക് വിശ്രമിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് അവർ ഒരുക്കി വച്ചിട്ടുണ്ട്. സുവനീറൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം ഇതിനകത്തൂടൊക്കെ നടന്നു. മനോഹരമായ കാഴ്ചകളായിരുന്നു എങ്ങും. പോസ്റ്റ് ഓഫീസിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള കൗതുക കാഴ്ചകൾ കാണുന്നതിനായി ധാരാളം സഞ്ചാരികൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും എത്തിക്കൊണ്ടേയിരുന്നു. നമ്മൾ
അവിടെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ പുറത്തും ഇതുപോലെ ധാരാളം സുഗന്ധ ഷോപ്പുകളും ഫുഡ് പ്ലാസകളും മറ്റും സന്ദർശകർക്കായി ഒരുക്കി വച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇറങ്ങി ആ മനോഹരമായ വീതിയിലൂടെ മുന്നോട്ട് നടന്നു. ഹിസ്റ്ററി മ്യൂസിയം 1:30 തുറക്കത്തുള്ളൂ. ഇപ്പം 11:30 ആയതേ ഉള്ളൂ. നമ്മളിനി നിൽക്കാൻ പറ്റത്തില്ല. 11 ക്ലോസ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോയതാണ്, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. നമ്മളടുത്തുള്ള ഒരു മനോഹരമായ പാർക്ക്, റോഡിൻ്റെ സൈഡിൽ തന്നെ പൊതുജനങ്ങൾക്കായി വളരെ മനോഹരമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പാർക്ക് കണ്ടു. അവിടെയും കുറച്ച് നേരം നമ്മളിരുന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. വിയറ്റ്നാമിൽ വ്യാപകമായിട്ട് എല്ലാ ജംഗ്ഷനുകളിലും ഇതുപോലെ മനോഹരമായ പാർക്കുകൾ പൊതുജനങ്ങൾക്കായി തയ്യാറാക്കി നല്ല വൃത്തിയായി പരിപാലിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും കണ്ട് നമ്മൾ കൈയടിക്കുക തന്നെ വേണം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുവാൻ കഴിയാത്ത വൃത്തിയായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എവിടെയും കാണാൻ സാധിച്ചത്. എടുത്തു പറയത്തക്കത് എല്ലായിടത്തും മരങ്ങൾ. അത് ഇങ്ങനെ എല്ലായിടത്തും മരങ്ങൾ വെക്കണം എന്നുള്ളത് ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു പോളിസി ആയിരിക്കാം. കോമണായിട്ട് എല്ലായിടത്തും അത് കാണാമായിരുന്നു. പിന്നീട് നമ്മൾ നടന്നെത്തിയത് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ മുന്നിലാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഇൻഡിപെൻഡൻറ്റ് പാലസ്. അപ്പോൾ ഇങ്ങനെ അതിന് മുന്നിൽ ഒരുക്കിയിട്ടിരിക്കുന്ന മരങ്ങൾ നിറഞ്ഞ പാർക്കിലൂടെ, ഫുട്പാത്തിലൂടെ നമ്മൾ നടന്ന് ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ മുന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇത്രയും മരങ്ങൾ ഇവിടെ നിൽപ്പുണ്ടെങ്കിലും ഒരു കരിയില പോലും നിലത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ടൈം ബൗണ്ടായിട്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള ജോലിക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കാണാം. പക്ഷെ എല്ലാം വളരെ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുന്നതിനാൽ വളരെ മനോഹരമായി ഈ ഹോച്ചിമിൻ സിറ്റി നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവിടെ നോക്കിയാലും കുറ്റം പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യവുമില്ല. എല്ലാ ഭാഗവും വളരെ മനോഹരമാക്കി നമ്മുടെ മനസ്സിന് സന്തോഷമേകുന്ന കാഴ്ചകളാണ് എങ്ങും. അങ്ങനെ ആ പാർക്കിലൂടെ നടക്കുമ്പോൾ അവിടെ കുറേ ഇന്ത്യക്കാർ നിൽക്കുന്നത് കണ്ടു. എല്ലാം ടൂറിസ്റ്റുകളാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകൾ വന്നിവിടെ നിറയുന്നുണ്ട്. അത് നടക്കുള്ള നിരത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ ഏകദേശം ഒരു 300 രൂപയോളം ആകും. നമ്മളൊരു ടിക്കറ്റ് എടുത്ത് ഓഡിയോ ഗൈഡിൻ്റെ സഹായത്തോടെ ഇതിനകത്ത് കയറി നമുക്ക് ഈ പാലസിലെ കാര്യങ്ങളെല്ലാം കാണുവാൻ സാധിക്കും. നമ്മളിവിടെ പോകുമ്പോൾ ധാരാളം സ്കൂൾ കുട്ടികളെ ഇതൊക്കെ കാണിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിരുന്നു. ഇവിടെ സന്ദർശിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരോടൊക്കെ മിങ്കിൾ ചെയ്യാനും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ആ ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ അകത്തേക്ക് പോവുകയാണ്. നല്ല സ്കൂൾ കുട്ടികളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അവരോടൊപ്പം മറ്റൊരു സ്കൂൾ കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ടങ്ങ് കയറി. ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ കയറി. അവിടെ ഒരു ഓഡിയോ ഗൈഡിൻ്റെ സാധനമൊക്കെ തരും. അത് നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്പറിലടിക്കുമ്പോഴത്തേക്കിനും ഓരോ സ്ഥലത്തിൻ്റെയും
ചരിത്രവും വിശേഷണങ്ങളും എല്ലാം ഓഡിയോ രൂപത്തിൽ നമ്മുടെ കാതിലെത്തും. അപ്പോൾ ഇൻഡി പാലസിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നു. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഓഡിയോ ഗൈഡിൻ്റെ ആ സിസ്റ്റമൊക്കെ നമ്മൾ വാങ്ങേണ്ടത്. നമ്മുടെ ടിക്കറ്റൊക്കെ ഇവിടെ കാണിച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് മെല്ലെ കടന്നു. ഇവിടെയൊന്നുമില്ല. ഇവിടെ മറ്റേ ആദ്യമായിട്ട് അവർ വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യമുണ്ടായിരുന്ന മന്ത്രിസഭ ഹാളും അതുപോലെ അവിടുത്തെ അതുമായിട്ട് പ്രധാനമന്ത്രിയുടെ സൽക്കാര മുറി, കിടപ്പറ, പിന്നെ ഇതിൻ്റെ പാലസ് ജീവിച്ചവരുടെ കുറേ കാര്യങ്ങൾ, ബെഡ്റൂം, അടുക്കള, കിച്ചൻ, അതുപോലെ മറ്റേ സ്വീകരണ മുറി, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കൊത്തുപണികൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളോടൊപ്പം നമ്മൾ മുകളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ ഓരോന്നോരോന്നായി കണ്ടു. ഇവിടെ ഇങ്ങനെ അതൊക്കെ പുരാതനമായ വസ്തുക്കളെല്ലാം ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്ത് മ്യൂസിയമായിട്ടാണ് ഇതിവിടെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതൊക്കെ പഴയ ആ കൊട്ടാരത്തിലെ സ്വീകരണ മുറി. വിയറ്റ്നാമിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം ഭരണസ്ഥിരാകേന്ദ്രമായി വർത്തിച്ച ഒരു കൊട്ടാരമാണിത്. അപ്പോൾ ആ സമയത്തുള്ള ഒരുപാട് ഉപകരണങ്ങളും വാദ്യോപകരണങ്ങളും മറ്റ് പുരാതന വസ്തുക്കളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളെ ഇതെല്ലാം കൊണ്ട് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ നിന്നൊക്കെ ഇന്ന് ധാരാളം കുട്ടികളൊക്കെ എത്തിയിട്ടുള്ളത്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആ കൊട്ടാരത്തിനകത്ത് നമ്മൾ ഓഡിയോ ഗൈഡിൻ്റെ സഹായത്തോടെ നടന്നു. കൊട്ടാരത്തിൻ്റെ ഉൾവശത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് നമ്മൾ പാലസിലൊക്കെ കയറി കാണുന്ന അതുപോലുള്ള രാജാക്കന്മാരുടെ മറ്റ് ഉടവാളും മറ്റ് സാധനങ്ങളും ഉള്ള ആഭരണങ്ങളും മറ്റും കാണുന്നത് പോലെ ഇവിടുത്തെ ആദ്യത്തെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ ചിത്രങ്ങളാണ്. പക്ഷേ അത് വളരെ മനോഹരമായി അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അവർ ഇങ്ങനെ ഒരു മ്യൂസിയമാക്കി സൂക്ഷിച്ചിരിക്കുന്നു. വരുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഇതെല്ലാം കാണുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായും വൃത്തിയായിട്ടുമാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ്. അങ്ങനെ അവിടെ വെച്ച് കുറേ കുഞ്ഞുങ്ങളെ കണ്ടു. അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു. എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്തു. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ. ഇത് അതിന് മുകളിൽ നിന്നുള്ള പാലസിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ നമുക്ക് കയറാം. അവിടെ കയറിയപ്പോൾ കുറേ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാം നമ്മളെ വിഷ് ചെയ്തു. നമ്മൾ ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അവരുടെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ അവരെല്ലാം നമുക്ക് പോസ് ചെയ്തു. ഇതിന് മുകളിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ചകളാണ്. കുറേ ഏക്കറിലിങ്ങനെ മരങ്ങളും പച്ചപ്പും നിറഞ്ഞ ഒരു ഏരിയയിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അതുപോലെ പഴയ പീരങ്കികളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശന വസ്തുവായിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലം, ഒന്നും പറയാനില്ല. ശരിക്കും ഇവിടെയൊക്കെ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനും
മറ്റുമുള്ള സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് പാലസിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഹോച്ചിമിൻ സിറ്റിയിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഒന്നും പോയി കാണാൻ മിസ്സാക്കണ്ട. അതിനുശേഷം നമ്മൾ ഇറങ്ങി വീണ്ടും നടന്നപ്പോഴാണ് ഇവിടെ ബുക്ക് സ്ട്രീറ്റ്. ബുക്കുകൾ വാങ്ങുന്നതിനും വായിക്കുന്നതിനും കാണുന്നതിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കിലോമീറ്ററുള്ള ഒരു സ്ട്രീറ്റ്. രണ്ട് സൈഡിലും പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ്. ഇവിടെ നമുക്കുള്ള എല്ലാ പുസ്തകങ്ങൾ, ലോകത്തിറങ്ങിയിട്ടുള്ള പ്രസിദ്ധമായ സാഹിത്യകൃതികൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, മറ്റെല്ലാം ഇവിടെ നിന്നും നമുക്ക് കാണുകയും വായിക്കുകയും വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. ഇതിനിടയ്ക്ക് തന്നെ ആരുടെയൊക്കെയോ ചിത്ര പ്രദർശനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചിത്രങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഒരു ബുക്ക് സ്ട്രീറ്റ്, ഗ്രന്ഥങ്ങൾക്ക് മാത്രം, വായനയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം ഉണ്ടായ ഒരിടം. അതും നല്ലൊരു കൺസെപ്റ്റാണ്. ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകൾ ഇതെല്ലാം കാണുകയും വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാമായി. ആ സ്ട്രീറ്റിന് നടുക്കിലൂടെ ഇങ്ങനെ മനോഹരമായ ഒരു ചിത്ര പ്രദർശനം ഉണ്ടായിരുന്നതും വളരെ സ്ട്രീറ്റിന് മിഴിവേകുന്ന ഒന്നായിരുന്നു. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആ സ്ട്രീറ്റിൽ കുറച്ചു നേരം നടന്നു. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കോർത്തിണക്കി ഒരു മാലയിലെ മുത്തുകൾ എന്ന മാതിരി കോർത്ത് വെച്ചുകൊണ്ട് ഹോച്ചിമിൻ സിറ്റിയെ ഒരു മനോഹര നഗരമാക്കി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വിയറ്റ്നാം ചെയ്തിരിക്കുന്നത്. ഓരോ സ്ട്രീറ്റും ഓരോരോ അനുഭവങ്ങൾ സമ്മാനിക്കുന്നവയായിരിക്കും. അതായിരിക്കാം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ദിനം പ്രതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്കത് അനുഭവപ്പെടും. കാരണം ഇമിഗ്രേഷൻ ചെയ്യുന്നതിനായി അത്രയ്ക്ക് തിരക്കാണ്. പക്ഷെ അങ്ങനെ തിരക്കുണ്ടെങ്കിലും അവരെല്ലാവരെയും സവിനീതമായി തന്നെ എല്ലാം നോക്കി പുറത്തേക്ക് വിടും. ബുക്ക് സ്ട്രീറ്റിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടന്നാൽ തന്നെ നമ്മളിത് എത്തിപ്പെടും. രാവിലെ ആവശ്യമില്ലാതെ ബസ്സിൽ കയറിയിട്ട് സിറ്റി മൊത്തം കറങ്ങി. ക്രിസ്മസിൻ്റെ സമയമായതിനാൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വച്ചിരുന്നു. ഇവിടെയും ബുക്സുകൾ കൂടാതെ വിയറ്റ്നാം സംസ്കാരം സംബന്ധിച്ച സുവനീറുകളും മറ്റും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ ബുക്ക് സ്ട്രീറ്റിനോട് വിട പറഞ്ഞ് മുന്നോട്ട് നടന്നു. Book Street. That is the Book Street. Okay. ഈ സ്ട്രീറ്റിൽ പുസ്തകം മാത്രമേ ഉള്ളൂ, ബുക്കുകൾ മാത്രം വിൽക്കുന്ന സ്ഥലം. മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ്, പെഡസ്ട്രിയൻ വാക്ക്. ഇവിടെ റോഡുകൾ പോലെ തന്നെ കമനീയമാണ് ഇവിടുത്തെ ഫുട്പാത്തുകൾ. നോക്ക് എത്ര നല്ല മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ മറ്റേ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ ഇതുപോലൊക്കെ പറ്റും. പക്ഷെ അവിടെ ആർക്കും പരിപാലിക്കാൻ സമയമില്ല. എല്ലാം ഉണ്ടാക്കും, അവസാനം കാട് കയറി നശിക്കും. അതാണ് നമ്മുടെ സ്ഥലത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ഇതാ ഫുട്പാത്ത് കണ്ടാൽ കിടന്ന് ഉരുളാൻ തോന്നുന്ന അവസ്ഥ. സഖാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ അതിമനോഹരമായിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട്.
ഇവിടെ കണ്ട ഏത് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിഞ്ഞാലേ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഒരു മനോഹരമായ സ്ഥലം. ഇത് ഹോച്ചിമിൻ സിറ്റിയിലെ ബെന്താം മാർക്കറ്റ് കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതിന് മുന്നിൽ കണ്ട തിരക്കാണ്. സന്ധ്യയായപ്പോൾ നഗരമാകെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കൊണ്ട് വളരെ വർണ്ണശബളിമയിൽ അമരുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. അപ്പം നമ്മളിവിടെ ഒരു മാർക്കറ്റുണ്ട്, ബെന്താം മാർക്കറ്റ്. അത് കാണാൻ വേണ്ടി വന്നതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇതാണ് ബെന്താം മാർക്കറ്റിൻ്റെ പ്രധാന എൻട്രൻസ്. ഒരു 3-4 ഏക്കറിൽ ഇങ്ങനെ കടകളും മറ്റും കൊണ്ട് പടർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 24 മണിക്കൂറും ഏത് സാധനവും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ഡ്യൂപ്ലിക്കേറ്റ് വതിലിനെ വെല്ലുന്ന രീതിയിൽ കിട്ടുന്ന ഒരു കുന്നംകുളം മാർക്കറ്റ് കൂടിയാണ് ഈ ബെന്താം മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റിൽ വന്ന് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇതും ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഹോച്ചിമിൻ സിറ്റിയിൽ. ഇവിടെയും എല്ലാം ടൂറിസ്റ്റുകളെ കാത്തിരിക്കുകയാണ്. ധാരാളം വിയറ്റ്നാമീസ് വിഭവങ്ങൾ ഒരുക്കി ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ബെന്താം മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റിന് ഉള്ളിലൂടെ കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തേരാപ്പാര നടന്നു. തീരത്തില്ല, നമുക്ക് കുറേ സ്ഥലങ്ങൾ ചുമ്മാ ഒന്ന് പോയി നോക്കാം. സകല കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ കിട്ടും എന്നാണ് പറഞ്ഞു കേട്ടുള്ളൂ. നടന്നിട്ടും തീരാത്ത കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ വിയറ്റ്നാമീസ് ഉൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റ് അനേകം ഉൽപ്പന്നങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം കാണുക മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും വാങ്ങിയില്ല. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഏതാണ്ട് 1 മണിക്കൂറോളം ഈ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ നടന്നു.
Kaya kalau kailan di pa sejadah സ്വദേശികളും വിദേശികളുമായ ധാരാളം സന്ദർശകർ മാർക്കറ്റിലുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു. ബെന്ത മാർക്കറ്റ് കണ്ടതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ താമസിച്ചിരുന്ന വാക്കിംഗ് സ്ട്രീറ്റിന് സമീപമുള്ള ഹോട്ടലിലേക്ക് നടന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വളരെ ജനത്തിരക്കാണ് കാണാൻ സാധിച്ചത്. വൈകിട്ട് നടന്ന ആൾക്കാർ ബിയർ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും എത്തുന്ന ഒരു തെരുവാണ്. രണ്ട് സൈഡിലും ഡാൻസ് പ്രോഗ്രാം, മ്യൂസിക്, അതുപോലെ ഡിസ്കോ ഡാൻസ്, അങ്ങനെ വളരെ എല്ലാവരെയും ആകർഷിക്കുന്ന ജനനിബിഡമായ ഒരു സ്ട്രീറ്റായിരുന്നു ഈ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടെ നടന്ന് കാഴ്ചകൾ കാണുകയും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുക. നല്ലൊരു വൈബുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ അറ്റത്തായിരുന്നു നമ്മൾ റൂം താമസിക്കുന്ന റൂം.